ടോം ചാക്കോക്കെതിരായ നടി വിൻസി അലോഷ്യസിന്റെ പരാതിയിൽ നടപടിയെടുത്ത് താരസംഘടനയായ അമ്മ. ഷൈൻ ടോം ചാക്കോയുടെ വിശദീകരണം തേടി അന്വേഷിക്കാൻ 3 അംഗ സമിതിയെ നിയോഗിച്ചു. സരയു മോഹൻ, വിനു മോഹൻ, അൻസിബ എന്നിവരാണ് സമിതിയിൽ. നടന്റെ പേരോ സിനിമയുടെ പേരോ പുറത്തുവിടരുതെന്ന് താൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നുവെന്നും വിൻസി പറഞ്ഞു. ഇയാളെ വെച്ചെടുക്കുന്ന കുറേ സിനിമകൾ ഇനിയും ഉണ്ടാവും. പകുതിക്ക് വെച്ച് നിൽക്കുന്ന സിനിമകളും റിലീസിന് ഒരുങ്ങിയിട്ടുള്ള സിനിമകളും ഉണ്ടാകും. ആ സിനിമയെ ബാധിക്കരുതല്ലോ. ഒരാൾ കാരണം ആ സിനിമയെ ബാധിക്കുന്നത് ന്യായമല്ല എന്ന് എനിക്ക് തോന്നി. എൻ്റെ ഒരു പരാതിയുടെ പുറത്ത് ആ സിനിമയെല്ലാം ബാധിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അവരോട് ചെയ്യുന്ന ഒരു അനീതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതൊന്ന്. രണ്ടാമത്, ഈ വ്യക്തിയെ ഇപ്പം എത്ര ഇത് ഉപയോഗിക്കുമെന്ന് എത്ര ആളുകളിലോട്ട് അറിയാമെങ്കിൽ പോലും ഞാനായിട്ടത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നീട് അദ്ദേഹത്തിനൊരു മാറ്റം വന്ന് തിരിച്ച് സിനിമയിൽ കയറേണ്ട സമയത്ത് ആളുകൾ ഇങ്ങനെ മുദ്ര കുത്തുമ്പോൾ എനിക്കുള്ളൊരു എങ്ങനത്തെ കുറച്ച്, അല്ലെങ്കിൽ ആ ഒരു തൊഴിൽ നിഷേധിക്കപ്പെടും എന്നുള്ള എൻ്റെ ഒരു കുറച്ച് പേഴ്സണൽ തോട്ട്സ് ഉണ്ട്, ഐഡിയോളജീസ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോഴും ഇദ്ദേഹത്തിൻ്റെ പേര് പറയണ്ട എന്നുള്ളൊരു. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി വിജിത തരുന്നുണ്ട്. വിജിത, കൂടുതൽ വെളിപ്പെടുത്തലുമായി നടി വിൻസി വീണ്ടും എത്തിയിരിക്കുകയാണ്. നടന്റെ പേരോ സിനിമയുടെ പേരോ പുറത്ത് വിടരുതെന്നാണ് താൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു എന്നാണ് വിൻസി പറയുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? അതിനെ സൂചിപ്പിച്ചതുപോലെ ഒരു കലങ്ങി മറിയുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഈ ഒരു ആരോപണവും അതിനു പിന്നിലുള്ള കേസും എല്ലാം തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ വിൻസി വെളിപ്പെടുത്തലുമായി ഈ പറഞ്ഞതുപോലെ തന്നെ മുന്നോട്ട് വന്നിരുന്നു. ഇത്തരത്തിൽ സിനിമയുടെ പേരോ നടന്റെ പേരോ ഒന്നും വെളിപ്പെടുത്തരുത് എന്ന കാര്യം താൻ പറഞ്ഞതാണ്. പിന്നെ അത് എങ്ങനെയൊക്കെയോ ലീക്കായി പോയി എന്നുള്ളൊരു കാര്യമാണ് വിൻസി പറഞ്ഞിരുന്നത്. എന്തായാലും നിലവിൽ ഈ ഒരു കേസിൽ ഷൈൻ ടോം ചാക്കോക്കെതിരായ അമ്മ നടപടിയെടുത്തിട്ടുണ്ട്. താരസംഘടനയായ അമ്മ ഷൈൻ ടോം ചാക്കോക്കെതിരായ നടപടിയെടുത്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഷൈൻ ടോം ചാക്കോയോട് വിശദീകരണം തേടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു പരാതി അന്വേഷിക്കാനായി 3 അംഗ സമിതിയെയും നിയോഗിച്ചിട്ടുണ്ട്. സരയു മോഹൻ, വിനു മോഹൻ, അൻസിബ തുടങ്ങിയവരാണ് ഈ ഒരു സമിതിയിലുള്ളത്. അവരോട് ഇന്ന് തന്നെ ഇക്കാര്യത്തിൽ ഈ ഒരു പരാതിയിൽ വ്യക്തമായ റിപ്പോർട്ട് നൽകാനും അമ്മ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ ഒരുപാട് സംഘടനകളും ഒരുപാട് വ്യക്തികളും സാംസ്കാരിക സിനിമാ മേഖലയിലുള്ളവരെല്ലാം തന്നെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചെല്ലാം തന്നെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. പലരും ഈ പറഞ്ഞതുപോലെ വിൻസിക്ക് വളരെ കൃത്യമായ ഒരു പിന്തുണ രേഖപ്പെടുത്തിയും അതുപോലെ തന്നെ ഈ ഒരു ഇത്രയും ഗുരുതരമായ ഒരു പ്രശ്നത്തെയെല്ലാം മുൻനിർത്തി വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചും എല്ലാം തന്നെ വന്നിരുന്നു. എം പി രാജേഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ സിനിമാ മേഖലയിലുള്ള ലഹരി പ്രശ്നങ്ങളെല്ലാം തന്നെ കൃത്യമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ സഹപ്രവർത്തകരായിട്ടുള്ള നിരവധി പേർ സിനിമയിൽ വിൻസിയുടെ കൂടെ സഹപ്രവർത്തകരായി വർക്ക് ചെയ്തവരും അതോടൊപ്പം തന്നെ സിനിമാ മേഖലയിലുള്ള ഒരുപാട് പേര് ഇക്കാര്യത്തിൽ വിൻസിയെ പിന്തുണച്ചുകൊണ്ട് തന്നെ വിൻസിയുടെ ധൈര്യത്തെ പിന്തുണച്ചുകൊണ്ടൊക്കെ തന്നെ മുന്നോട്ട് വന്നിരുന്നു. അതോടൊപ്പം തന്നെ വിൻസിയും ഇതേ തുടർന്ന് ഒരു വിശദീകരണവുമായി തന്നെ വന്നിരിക്കുകയാണ്. ഈ ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഹപ്രവർത്തകൻ മോശമായി പെരുമാറിയപ്പോൾ ആ ഒരു കാര്യം പേര് വെളിപ്പെടുത്താതെ പറയാനുണ്ടായ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമയെ ബാധിക്കരുത്, ഒരിക്കലും ഒരു വ്യക്തിയുടെ ഒരു മോശം കാര്യം, വ്യക്തി കാരണമുണ്ടായ ഒരു മോശം കാര്യത്താൽ ഒരു സിനിമയെ അതൊരിക്കലും ബാധിക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യം കൊണ്ട് തന്നെയാണ് വിൻസി പേര് വെളിപ്പെടുത്താതിരുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ നീതി കിട്ടുക എന്നതിനപ്പുറത്തേക്ക് ഈ സിനിമയിലുള്ള ലഹരി പോലെയുള്ള ഉപയോഗങ്ങൾ കുറയ്ക്കാൻ സാധിച്ചെങ്കിൽ അതൊരുപാട് നന്നായിരുന്നു എന്നുള്ളൊരു കാര്യവും വിൻസി ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു വ്യക്തി ഇനി ഈ ഒരു ഇത്തരം ലഹരി എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നിന്ന് വിമുക്തനായി കൃത്യമായി ലഹരിയൊന്നും ഉപയോഗിക്കാത്ത ഒരു വ്യക്തിയായിട്ട് വരികയാണെങ്കിൽ അത് സിനിമയിലുള്ള എല്ലാവർക്കും പൊതുസമൂഹത്തിനും ബോധ്യമാവുന്ന ഒരു സമയത്ത് വീണ്ടും സിനിമയിൽ ഇയാളുടെ കൂടെ അഭിനയിക്കാൻ തയ്യാറാണ് എന്നുള്ളൊരു കാര്യവും വിൻസി അറിയിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞിരുന്നു, ഇത്തരം ലഹരി ഉപയോഗിക്കുന്ന ഒരാളുമായി സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമില്ല എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും അക്കാര്യത്തിലും എല്ലാം ഒരു വിശദീകരണവുമായി വിൻസി വന്നിട്ടുണ്ട്. വളരെ വലിയ ഗുരുതര ആരോപണങ്ങൾ തന്നെയാണ് ഷൈൻ ടോം ചാക്കോക്കെതിരായിട്ടുള്ളത്. നിലവിൽ വിൻസിയുടെ പരാതി ഈ ഒരു വഴിക്ക് കിടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ ഈ ഒരു വിൻസിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ഒരു ഡാൻസ് ഓഫ് സംഘം ഇത്തരത്തിലൊരു ലഹരിയുമായി ബന്ധപ്പെട്ട് രഹസ്യ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടത്തിയതിനിടയിൽ കലൂരിലെ ഒരു തീർച്ചയായിട്ടും വിജിത, ഈ ഹോട്ടൽ ലഹരി സംഘത്തിന്റെ പരിശോധനയ്ക്കിടെ സിനിമയെ വെല്ലുന്ന രീതിയിലുള്ള ഒരു രക്ഷപ്പെടലാണ് ഷൈൻ ടോം ചാക്കോ നടത്തിയത്.
ശരിയാണ്. ഷൈൻ ടോം ചാക്കോ സിനിമയിൽ അഭിനയിക്കുന്നതിനേക്കാൾ മനോഹരമായി തകർത്തഭിനയിച്ചാണ് ആ ഒരു സീനിലെല്ലാം വളരെ വളരെ മനോഹരമായി തന്നെ തകർത്ത് അഭിനയിച്ചു പോകുന്ന കാഴ്ചയാണ് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. മൂന്നാമത്തെ നിലയിൽ നിന്ന് ചാടി താഴത്തേക്ക് ഷീറ്റിലേക്ക് എടുത്ത് ചാടി വീണ്ടും സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി അവിടെ നിന്നും രക്ഷപ്പെട്ടു ഓടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. എന്തായാലും ഇങ്ങനെ ഒരു ഓട്ടം അവിടെ വന്ന സമയത്ത് എന്തിന് താനൊരു തെറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിന് ഓടേണ്ട ആവശ്യമുണ്ട് എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് എല്ലാവരും ഇന്ന് ചോദിക്കുന്നതും. കാരണം ഇത്തരത്തിൽ ഒരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡാൻസ് ഓഫ് സംഘം അവിടെ എത്തുന്നത്. അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ 314 റൂം നമ്പറിലുണ്ടായിരുന്ന 3-ാം നിലയിലുണ്ടായിരുന്ന ഷൈൻ ടോം ചാക്കോ ജനലിലൂടെ പോലീസ് വരുന്നത് കണ്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. സ്റ്റെപ്പിലൂടെയെല്ലാം കോണിപ്പടികളെല്ലാം ഓടിയിറങ്ങുന്നതെല്ലാം നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമായി കിട്ടിയതാണ്. എന്തായാലും ആ ഒരു കാര്യവും ഇതിന് പിന്നാലെ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതെല്ലാം കൂടി വന്ന സമയത്താണ് ഷൈൻ ടോമിന് വേണ്ടി കൃത്യമായി വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം തന്നെ ഇപ്പോൾ നടക്കുന്നുമുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ നടപടിയെടുത്തു അമ്മ എന്നുള്ളൊരു കാര്യം വളരെ ശ്രദ്ധേയമായിട്ടുള്ളതാണ്. രാവിലെ ഉണ്ടായ ഈ ആരോപണങ്ങളെല്ലാം വരുന്ന സമയത്ത് അമ്മയടക്കം അമ്മയിലുള്ള താരസംഘടനയിലുള്ള താരങ്ങളെല്ലാം തന്നെ ഇക്കാര്യത്തിൽ വിൻസിക്ക് പൂർണ്ണ പിന്തുണ നൽകും എന്നുള്ളൊരു കാര്യം അറിയിച്ചിരുന്നു. എന്തായാലും ഒരു പരാതി ലഭിക്കുകയാണെങ്കിൽ ഫിലിം ചേംബർ അടക്കമുള്ള സംഘടനകൾ ഇക്കാര്യത്തിൽ ഇറങ്ങുമെന്നുള്ളൊരു കാര്യവും നേരത്തെ സൂചിപ്പിച്ചതാണ്. എന്തായാലും ഇക്കാര്യത്തിൽ ഇപ്പോൾ അമ്മ നടപടിയെടുത്തു എന്നുള്ളൊരു കാര്യമാണ് വളരെ പ്രധാനപ്പെട്ടത്. അതോടൊപ്പം തന്നെ അമ്മയിൽ നിന്നും ഷൈൻ ടോം ചാക്കോയെ ഒരു പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ മാറ്റി നിർത്തും എന്നുള്ളൊരു കാര്യം കൂടി അത്തരത്തിലൊരു സൂചന കൂടി ലഭിക്കുന്നുണ്ട്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഇക്കാര്യത്തിൽ ഒരു സൂചന തരുന്നുണ്ട്, മാറ്റി നിർത്താൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യത്തിൽ. എന്തായാലും ഇപ്പോൾ ഷൈൻ ടോം ചാക്കോക്കെതിരായ കുരുക്ക് മുറുകുകയാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് അല്ലെങ്കിൽ മുന്നേയും ഈ ഒരു നടന് ഇത്തരത്തിൽ വളരെ മോശമായ രീതിയിലുള്ള ലഹരി കേസുകളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ലഹരി കേസുകളിൽ നിന്നും കഴിഞ്ഞ ഈ കുറച്ച് കാലങ്ങൾക്ക് മുൻപാണ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലായിട്ടാണ് കോടതി അടക്കം ഇത്തരത്തിലൊരു കത്തുമായി ഒരു റിപ്പോർട്ടുമായി പുറത്തു വരികയുണ്ടായി. ആ കൊക്കെയിൻ കേസിൽ ഈ ഒരു നടനെതിരെയായ കൊക്കെയിൻ കേസിൽ പോലീസ് കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്താത്തത് കൊണ്ട് തന്നെ വലിയ വീഴ്ച സംഭവിച്ചത് കൊണ്ട് തന്നെ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന ഈ ഒരു നടൻ രക്ഷപ്പെട്ടു എന്നുള്ള ഒരു കാര്യം പോലീസിന് കൃത്യമായിട്ടുള്ള ഒരു വീഴ്ചയാണ് എന്നുള്ളൊരു കാര്യമെല്ലാം സൂചിപ്പിച്ച് കോടതി തന്നെ ഈ ഒരു കാര്യത്തിൽ റിപ്പോർട്ടടക്കം പുറത്തു വരുത്തുന്ന ഒരു റിപ്പോർട്ടടക്കം നൽകുന്ന ഒരു സംഗതി അടക്കം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കുറെ കാലങ്ങളായിട്ട് ഈ ഒരു കേസിൽ ഷൈൻ ടോം ചാക്കോ പലരും കൃത്യമായിട്ട് പറയുന്നതെല്ലാം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. സിനിമയിൽ ഇത്തരത്തിൽ ലഹരി ഉപയോഗങ്ങൾ ഉണ്ട്, അത് ഷൈൻ ടോം ചാക്കോയിലേക്കും പലതവണ പലരും വിരൽ ചൂണ്ടുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായതാണ്. പക്ഷേ ഇത്രയും കൃത്യമായി പേര് വെളിപ്പെടുത്തുന്ന രീതിയിലേക്കെല്ലാം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്തായാലും ഈ ഒരു അന്വേഷണത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കേസിൽ പേര് താൻ വെളിപ്പെടുത്തില്ല എന്ന് വിൻസി പറഞ്ഞിരുന്നുവെന്നും എന്നാൽ അത് ലീക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നും പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ ഒരു കേസിൽ കൃത്യമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് ഇനി പോലീസിന് കിടക്കാതെ നിവർത്തിയില്ല എന്നുള്ളത് മറ്റൊരു കാര്യം തന്നെയാണ്. കൃത്യമായിട്ടുള്ള നടപടികളിലേക്കെല്ലാം പോലീസ് കിടക്കും. അതോടൊപ്പം തന്നെ എക്സൈസിന്റെ ഒരു മൊഴിയെടുക്കൽ അവിടെ ബാക്കിയുണ്ട്. എക്സൈസും ഇന്ന് രാവിലെ തന്നെ ഇക്കാര്യത്തിൽ വിശദമായിട്ടുള്ള ഒരു മൊഴിയെടുക്കും വിൻസിയുടെ എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിലേക്കെല്ലാം ഇനി കിടക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ വിൻസി ഇപ്പോൾ ഉള്ളത് നാട്ടിലാണ്. അതുകൊണ്ട് തന്നെ എക്സൈസ് ഉടൻ തന്നെ അതിലൊരു നടപടി എടുക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. എന്തായാലും എക്സൈസും ഒരു മൊഴി എടുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പോലീസും ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തും എന്നുള്ള കാര്യവും ഉറപ്പ് തന്നെയാണ്. ആതിര.